എല്ലാ കൂട്ടുകാർക്കും ഡിസൈനിങ് അൺബോക്സിങ്ങിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പോസ്റ്ററാണ്. സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്ററാണ്, കൊറോണയുടെ ഒരു പോസ്റ്ററാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എന്നാലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ പോസ്റ്ററിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അലൈൻ ചെയ്ത് വെച്ച് നമുക്കിതിനകത്ത് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ബ്രേക്കിംഗ് ന്യൂസ് കണ്ടില്ലേ, ആ ബോക്സിനകത്ത് എടുക്കുന്ന ബ്രേക്കിംഗ് ന്യൂസും അതിന് ഫോണ്ടൊക്കെ കൊടുത്ത് ഒന്ന് അവിടെ സെറ്റാക്കി വെക്കുക. അതിനകത്ത് ആ ന്യൂസ് നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് അതിനൊരു കളർ കൊടുക്കാം. ബ്രേക്കിംഗ് ന്യൂസ് അതിനൊരു ബ്ലാക്ക് കളർ കൊടുത്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളർ ഗ്രേഡിൻ്റെ ബോക്സ് ഇട്ട് കൊടുക്കാം. എടുത്തു നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അത് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, നമുക്കവിടെ വേണ്ടത് ഒരു ഗോൾഡൻ കളർ പ്ലസ് യെല്ലോ കളറാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ആഡ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ സെറ്റായിട്ടുണ്ട്. അതൊന്ന് അതിൻ്റെ ലെഫ്റ്റ് പോർഷനും റൈറ്റ് പോർഷനും ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്കൊന്ന് സെൻട്രലൈസ്ഡ് ആക്കി ഇവിടെ വെക്കാം. ഓക്കെ, പിന്നെ അതിൻ്റെ കോപ്പി പേസ്റ്റ് എടുക്കാം. കോപ്പി പേസ്റ്റ് എടുത്തിട്ട് ന്യൂസ് എന്നുള്ളത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് വെക്കാം, ന്യൂസ്. അതിനുശേഷം ഒരു ബ്ലാക്കും റെഡും കളർന്ന ബാക്ക് ഡ്രോപ്പിൽ ഒരു വൈറ്റ് ഫോണ്ട് കൊടുക്കാം. അവിടെ ഓക്കെ, നമ്മളത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് സെൻട്രലാക്കി നമുക്കത് റൈറ്റ് പോർഷനിലേക്ക് അലൈൻ ചെയ്ത് വെക്കാം. അതിനുശേഷം അതിൻ്റെ ഒരുമിച്ചാക്കിയിട്ട് സെറ്റാക്കി ഒരു സ്ട്രോക്ക് കൊടുത്ത് അതിൻ്റെ സെൻറ്ററിൽ പ്ലേസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്ക് ഡ്രോപ്പിൽ ഒരു കളറൊക്കെ കൊടുത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ അവിടെയൊക്കെ എഴുതി വെക്കാം. ഞാൻ ഒരു ഡാർക്കായിട്ടൊരു ബ്ലൂ കൊടുത്തു. അതിനുശേഷം സംസ്ഥാനത്ത് തിങ്കൾ മുതൽ രാത്രികാല കർഫ്യൂ അതവിടെ ടൈപ്പ് ചെയ്യാം. മലയാളം എടുത്ത് സംസ്ഥാനത്ത് തിങ്കൾ മുതൽ രാത്രികാല കർഫ്യൂ. ഞാൻ 2-3 ഫോണ്ടുകൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും സെറ്റല്ലല്ല. നമുക്കിപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഉറുബ് റെഗുലറാണ്. നമുക്കത് അവിടെ നിന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അലൈൻ ചെയ്ത് വെച്ച് ഫോണ്ടൊക്കെ കൊടുത്ത് നമുക്ക് വൈറ്റ് കളർ തന്നെ മതി. ഉറുബ് കൊടുക്കാം. ഓക്കെ, ഇത്രയുള്ളൂ സംഭവം. അതൊന്ന് സെൻട്രലാക്കി അതിൻ്റെ സ്പേസൊക്കെ ഒന്ന് കുറച്ച് എന്നൊക്കെ കൂടെ പ്ലേസ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ സബ് ടൈറ്റിലായിട്ട് രാത്രി 10 മുതൽ രാവിലെ 6 വരെ നിയന്ത്രണം. അത് നമുക്ക് രഘു എന്ന് പറഞ്ഞൊരു ഫോണ്ടിൽ കൊടുക്കാം. അതൊരു ഗോൾഡൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് കാണുമ്പം കളർ കുറച്ചിട്ടാണ് കാണുന്നത്. രാത്രി 10 മുതൽ രാവിലെ 6 വരെയാണ് നിയന്ത്രണം. നമുക്കത് രഘു ഫോണ്ടിൽ കൊടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്യാം. നമുക്കത് അലൈൻ ചെയ്ത് നോക്കാം. ഉണ്ട്, ഇത്രയുള്ള പരിപാടി. ഓക്കെ, നമുക്കൊരു ഫോട്ടോഷോപ്പ് ചെയ്യുന്ന ആൾക്ക് പൈസ കൊടുക്കാതെ സിമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് ഫോണിൽ പിക്സലാബ് എന്ന ആപ്ലിക്കേഷനും കുറച്ച് ഫോണ്ടും ഉണ്ടെങ്കിൽ, നമുക്ക് ചെയ്യാനുള്ള സ്കില്ലും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇച്ചിരി ക്ഷമയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. എന്തിനും ക്ഷമ വേണം. ഓക്കെ, നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം
അതിനുശേഷം അതേ സ്പേസൊക്കെ ഒന്ന് അലൈൻ ചെയ്ത് അതിനുശേഷം നമുക്ക് വേണ്ടത് എൻ്റെ ചാനലിൻ്റെ പേര് ഡിസൈനിങ് അൺബോക്സിങ്. നമുക്കത് ഒരു ഷേപ്പ് കൊടുത്തിട്ട് പ്ലേസ് ചെയ്യും. ഓക്കെ, ചെയ്തു. ആ ഷേപ്പിൻ്റെ ആ ഭാഗത്ത് തന്നെ നമുക്ക് എൻ്റെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്യാം, ഡിസൈനിങ് അൺബോക്സിങ്. ഞാനൊരു ഗോ ബോൾഡാണ് കൊടുക്കുന്നത്, ഫോണ്ടൊരു ഗോ ബോൾഡാണ് കൊടുക്കുന്നത്. അത് കൊടുത്തു. അതിനുശേഷം അതൊന്ന് സ്പേസ് ചെയ്ത് ബാക്ക് ഡ്രോപ്പിലൊരു ഇച്ചിരി ലൈറ്റ് ബ്ലൂ കൊടുത്തു സെൻട്രലാക്കി അവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ലെഫ്റ്റിലായിട്ട് അലൈൻ ചെയ്ത് കർവ് ഒന്ന് റേഡിയസ് ആക്കി പ്ലേസ് ചെയ്തു. അതിനുശേഷം ഒന്ന് ഓക്കെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഫോളോ യൂസ് ഓൺ. ഞാൻ ഏതിലൊക്കെ അവൈലബിൾ ആണ്, ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റയിലുണ്ട്, യൂട്യൂബിലുണ്ട്, അതവിടെ ചെയ്യാം. യൂസ് ഓൺ ഓക്കെ കൊടുത്തു. അവിടെ KLX നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ നമുക്കിതിനകത്ത് എന്താ പറയുക, ഈ ഐക്കണുകളൊക്കെ ഫോണ്ട് കണക്ക് ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ഡാ ഫോണ്ടിൽ അവൈലബിൾ ആണ്. ഓക്കെ, അവിടെ അത്ര ഫോണ്ട് കൊടുത്തു. ഇനി KLXന് നമുക്കവിടെ ഒരു ഐക്കണും കൊടുക്കാം. ഓക്കെ, അതിനൊക്കെ ബ്ലാക്ക് കളർ കൊടുത്ത് നമുക്ക് താപ്പോട്ട് കൊണ്ടുവരാം. ഓക്കെ, പരിപാടി കഴിഞ്ഞു. നമ്മുടെ പോസ്റ്റർ ഡിസൈനിങ് ഏതാണ്ടൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ടോപ്പിൽ നമ്മുടെ ആ ഡേറ്റ് എന്നാണോ ഇത് തുടങ്ങിയത്, എന്നോട്ടാണ് തുടങ്ങുന്നത്, ആ ഡേറ്റ് തൊട്ട് നമ്മൾ മണ്ടയ്ക്ക് മെൻഷൻ ചെയ്യാം. 29/8/2021 ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അത് ടോപ്പിൽ ആ പിക്കിൻ്റെ അവിടെ മെൻഷൻ ചെയ്യാം നമുക്ക്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. ഇപ്പോൾ പോസ്റ്റർ ഡിസൈനിങ് ഓക്കെ ആയി. നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നൊരു ടൈപ്പ് ഒരു പോസ്റ്ററാണ്. പിന്നെ ആ ഡിസൈനിങ് അൺബോക്സിങ് എൻ്റെ ചാനലിൻ്റെ പേരാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിങ്ങളുടെ കമ്പനിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരോ അവിടെ മെൻഷൻ ചെയ്യാം. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റും ചറപറ ചെയ്യുക. അപ്പം അടുത്തൊരു കിടക്കാച്ചി വീഡിയോയിൽ കാണാം നമുക്ക്. ഓക്കെ, എന്തെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാനുള്ളൂ.